അടുത്ത ചാപ്റ്റർ എമർജിംഗ് മോഡ്സ് ഓഫ് ബിസിനസ്. അതായത് ബിസിനസ്സിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള രീതികൾ എന്തൊക്കെയാണ്, പുതിയ മേഖലകളാണ് ബിസിനസ്. നമുക്കറിയാം ബിസിനസ്സിൽ മാറ്റങ്ങളൊന്നും കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും IT ഇൻഫർമേഷൻ ടെക്നോളജിയിലെ കണ്ടുപിടുത്തങ്ങൾ കൊണ്ട് വലുതായിട്ടുള്ള മാറ്റങ്ങൾ വളരെ കുറഞ്ഞ കാലങ്ങൾ കൊണ്ട് തന്നെ ബിസിനസ്സിൽ വന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ ഇൻ്റർനെറ്റ് ഫെസിലിറ്റി ബിസിനസ്സിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഈ ബിസിനസ് ഇലക്ട്രോണിക് ബിസിനസ്, നമ്മൾ ഇലക്ട്രോണിക് മാധ്യമം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ബിസിനസ് ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ കൊമേഴ്സ്, ബിസിനസ് തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കൊമേഴ്സും ബിസിനസ്സും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ കൊമേഴ്സ് എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അതായത് കൊമേഴ്സിൽ കാര്യമായിട്ട് വരുന്നത് ഇതിൻ്റെ ട്രേഡ് ആൻഡ് എയ്ഡ്സ് ടു ട്രേഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാധനങ്ങൾ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് എക്സ്ചേഞ്ച് ചെയ്യുക, അതിനെ സഹായിക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ ഇതിൽ വരുന്നുള്ളൂ, കൊമേഴ്സിൽ വരുന്നുള്ളൂ. അപ്പോൾ സാധനങ്ങൾ വാങ്ങുക വിൽക്കുക, ഇലക്ട്രോണിക് മീഡിയയിലൂടെ സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ അതിനെ നമ്മൾ കൊമേഴ്സ് പറയും. പക്ഷേ ബിസിനസ് എന്ന് പറഞ്ഞാൽ അതല്ല, കുറച്ചുകൂടി വൈഡ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. ഇറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് ദ കണ്ടക്ട് ഓഫ് ഇൻഡസ്ട്രി, ട്രേഡ് ആൻഡ് കൊമേഴ്സ് യൂസിങ് ദ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. അതായത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഉപയോഗിച്ച് ഇൻഡസ്ട്രി, ട്രേഡ്, കൊമേഴ്സ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ബിസിനസ്സിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നതിനെ നമ്മൾക്ക് ബിസിനസ് എന്ന് പറയാം. ബിസിനസ് ദ ബ്രോഡ് ടേം ഇറ്റ് ഇൻക്ലൂഡ്സ് കൊമേഴ്സ് എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആണ്. ഓൺലൈനിൽ വാഹനങ്ങൾ വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യുന്നതിനെ നമ്മളെന്ത് പറയുന്നത് കൊമേഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊമേഴ്സ് മാത്രമല്ല, ഒരു പ്രൊഡക്ഷൻ, ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ്, പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ്, അക്കൗണ്ടിങ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, ഇങ്ങനെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളെയും നമുക്ക് എന്ത് പറയാം, ബിസിനസ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ബിസിനസ്സിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും ഇലക്ട്രോണിക് മീഡിയ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മാധ്യമം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് ബിസിനസ് എന്ന് പറയാം. അപ്പോൾ ഇതാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾക്ക് പുതിയതായിട്ട് വരുന്ന ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. അതിനെ പറ്റിയിട്ടാണ് ബിസിനസ്. ഇനി എന്തൊക്കെയാണ് സ്കോപ്പ്, ബിസിനസ്സിൻ്റെ സ്കോപ്പ് എന്താണെന്നുള്ളതാണ്. അത് B2B കൊമേഴ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ B2B ബിസിനസ് ടു ബിസിനസ് കൊമേഴ്സ്. ദാറ്റ് മീൻസ് ട്രാൻസാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ബിറ്റ്വീൻ ബിസിനസ് എൻ്റർപ്രൈസ് ഇലക്ട്രോണിക്കലി ഈസ് കോൾഡ് B2B. അതായത് ഒരു സപ്ലയർ അല്ലെങ്കിൽ ഒരു കസ്റ്റമർ, ആളുകൾ തമ്മിൽ രണ്ട് ബിസിനസ് പാർട്ടീസ് അല്ലെങ്കിൽ രണ്ട് വ്യത്യസ്ത സ്ഥാപനങ്ങൾ ബിസിനസ്സിൽ ഇൻ്റർനെറ്റ് വഴി അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് മാധ്യമം വഴി ബിസിനസ്സിൽ ഏർപ്പെടുകയാണെങ്കിൽ B2B എന്ന് പറയാം. അപ്പോൾ B2B കൊമേഴ്സ് എന്ന് പറഞ്ഞാണെങ്കിൽ ബിസിനസ് ടു ബിസിനസ് എന്നാണ് പറയുക. അതിന് ടേം ഉപയോഗിക്കുക B2B ആണ്. ഇപ്പോൾ നമ്മളൊരു സ്ഥാപനം വേറൊരു സ്ഥാപനത്തിൽ നിന്ന് സാധനങ്ങൾ സപ്ലൈ ആണ്, അത് ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത്. ഓൺലൈനിൽ കൊട്ടേഷൻ കൊടുക്കുക, അതുപോലെ തന്നെ ഓൺലൈനിൽ ഓർഡർ പ്ലേസ് ചെയ്യുക, അത്തരത്തിലുള്ള പേയ്മെൻറ്റ് ഓൺലൈനിൽ നടത്തുക. അങ്ങനെ സ്ഥാപനങ്ങൾ തമ്മിൽ ഇലക്ട്രോണിക് മീഡിയാസിലൂടെ ട്രാൻസാക്ഷൻ നടത്തുകയാണെങ്കിൽ അതിനെ B2B കൊമേഴ്സ് എന്ന് പറയും. B2C കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാവും, ബിസിനസ് ടു കസ്റ്റമർ. ഒരു കസ്റ്റമർ ഒരു സപ്ലയറുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുകയാണ്. അത് നമുക്ക് എന്ത് പറയാം, B2C കൊമേഴ്സ് എന്ന് പറയാം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഉള്ളത് ഇൻട്രാ B കൊമേഴ്സ് ഉണ്ട്. അതായത് ബിസിനസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഓൺലൈൻ ട്രാൻസാക്ഷൻ നടക്കുകയാണെങ്കിൽ ഇവിടെ പാർട്ടീസ് ഇൻവോൾവ് ഇൻ ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ ഫ്രം വിത്തിൻ എ ഗിവൺ ബിസിനസ്, ദറ്റ് ഈസ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ മാർക്കറ്റിംഗ് ആൻഡ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഒരു സ്ഥാപനത്തിനുള്ളിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാവും. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഇവർ തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് നടക്കുന്നത് ഇലക്ട്രോണിക് മീഡിയയിലൂടെയാണെങ്കിൽ അതിന് നമ്മൾ ഇൻട്രാ B കൊമേഴ്സ് എന്ന് പറയും. വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ ഒരു സാധനം വേണം, മാർക്കറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റ് വേണം, അല്ലെങ്കിൽ ഒരു സ്റ്റോക്കിൻ്റെ ഒരു സാമ്പിൾ വേണമെന്നുണ്ടെങ്കിൽ അവരൊരു റിക്വസ്റ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അയക്കും. അപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എന്ത് ചെയ്യും, അതിൻ്റെ റിപ്ലൈ കൊടുക്കും. അതുപോലെ തന്നെ സാധനം ഓൺലൈനായിട്ട് തന്നെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന് എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിന് നമ്മൾ ഒരു ഇൻട്രാ B കൊമേഴ്സ് പറയും. അപ്പോൾ സ്ഥാപനത്തിൻ്റെ ഉള്ളിലുള്ള ട്രാൻസാക്ഷൻസ് ഓൺലൈനിലായിട്ട് നടക്കുകയാണെങ്കിൽ നമ്മളതിനെ ഇൻട്രാ B കൊമേഴ്സ് എന്ന് പറയും. നെക്സ്റ്റ് വൺ C2C, കസ്റ്റമർ ടു കസ്റ്റമർ കൊമേഴ്സ് ആണ്. ഓൺലൈനിലൂടെ രണ്ട് കസ്റ്റമേഴ്സ് തമ്മിൽ ഇടപെടാണ്. അതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ OLX നമുക്കറിയാം അല്ലേ. നമുക്ക് എന്തെങ്കിലും ഒരു സാധനങ്ങൾ, നമ്മുടെ പഴയ എന്തെങ്കിലും ഒരു സാധനം, വണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം, നമുക്കൊരു ഗുഡ്സ് നമുക്ക് വിൽക്കാനുണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ അടുത്തൊരു പഴയ വെഹിക്കിളുണ്ട്, ആ വെഹിക്കിൾ ഞാൻ വിൽക്കാൻ തീരുമാനിച്ചു. ആ വെഹിക്കിൾ വിൽക്കാൻ തീരുമാനിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന OLX എന്ന വെബ്സൈറ്റിൽ അതിൻ്റെ ഫോട്ടോ എടുത്തിടും, അതിൻ്റെ പ്രൈസ് അതിലിടും. അങ്ങനെ ഇടുമ്പോൾ ഇവരെന്ത് ചെയ്യും, വേറൊരു ആൾ, അപ്പോൾ ഞാനൊരു കസ്റ്റമറാണ്, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനൊരു സ്ഥാപനമൊന്നുമല്ല അല്ലേ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് കണ്ടിട്ട് വേറൊരു കസ്റ്റമർ എന്ത് ചെയ്യും, അത് മേടിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ എന്നിൽ നിന്നത് മേടിക്കും. അപ്പോൾ ഇവിടെ സ്ഥാപനത്തിന് പ്രസക്തിയില്ല, രണ്ട് കസ്റ്റമേഴ്സ് തമ്മിലാണ് ഇവിടെ ഡീൽ ചെയ്യുന്നത്. അതായത് C2C. അപ്പോൾ അതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ബിസിനസ്സിൽ 4 തരത്തിലുള്ള സ്കോപ്പ് പറയുന്നുണ്ട്. B2B, അതായത് ഒരു ബിസിനസ് സ്ഥാപനം വേറൊരു ബിസിനസ് സ്ഥാപനവും തമ്മിൽ ഓൺലൈനായിട്ടുള്ള ട്രാൻസാക്ഷൻ നടത്തുക. പിന്നെ ബിസിനസ് ടു കൺസ്യൂമർ, B2C, ബിസിനസ് ടു കൺസ്യൂമർ. ദെൻ ഇൻട്രാ B, ബിസിനസ്സിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു സ്ഥാപനത്തിനുള്ളിൽ തന്നെയുള്ള 2 ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ ചെയ്യാം. അതുപോലെ തന്നെ C2C കൊമേഴ്സ്, 2 കസ്റ്റമേഴ്സ് തമ്മിൽ ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻ നടത്തുകയാണെങ്കിൽ നമ്മളതിനെ എന്താ പറയുക, C2C കൊമേഴ്സ് എന്ന് പറയും, കൺസ്യൂമർ ടു കൺസ്യൂമർ എന്ന് പറയും.
ഇനി ട്രഡീഷണൽ ബിസിനസ്സും ഈ ബിസിനസ്സും തമ്മിലുള്ള ഡിഫറൻസ് പറയാം. ബേസ് ഓഫ് ഇൻഫർമേഷൻ അതിൻ്റെ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ട്രഡീഷണൽ ബിസിനസ്സിൽ ഡിഫിക്കൽട്ടാണ്, ഈ ബിസിനസ് സിമ്പിളാണ്. കാരണം ഒരു ഇൻഫർമേഷൻ കിട്ടാൻ നമുക്കറിയാം, ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് തന്നെ പറയാം അല്ലേ. ഒരു സ്ഥാപനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചോ ഉള്ളൊരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടണമെങ്കിൽ വളരെ ഈസിയാണ്. ഇപ്പോൾ ലോകത്ത് എവിടെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റും, ഇപ്പോൾ നമ്മൾക്കൊരു മൊബൈൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, നമ്മൾ ഗൂഗിളിലാണ് സെർച്ച് ചെയ്യുക, അതിൻ്റെ റിവ്യൂസ് എടുക്കും, അതെങ്ങനെയുണ്ട്, അതിൻ്റെ ഫീച്ചേഴ്സ് ഇതൊക്കെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് എന്തിൽ കിട്ടും, ബിസിനസ്സിൽ കിട്ടും. പക്ഷേ ഒരു ട്രഡീഷണൽ ബിസിനസ് ആണെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്, നമുക്കൊരു കടയിൽ പോയിട്ട് തന്നെ നോക്കി വാങ്ങിക്കണം. ദെൻ ഫിസിക്കൽ പ്രസൻസ്. പക്ഷേ ട്രഡീഷണൽ ബിസിനസ്സിന് പ്രത്യേകത എന്ന് വെച്ചാൽ ഫിസിക്കൽ പ്രസൻസ് ആവശ്യമാണ് അല്ലേ, നമുക്ക് നേരിട്ട് ചെല്ലിട്ട് മേടിക്കണം. പക്ഷേ ഇവിടെ എന്താണ്, ഫിസിക്കൽ പ്രസൻസ് ആവശ്യമില്ല, നമുക്ക് നേരിട്ട് ചെല്ലണം നിർബന്ധമില്ല. നമുക്ക് ഓൺലൈനായി നമുക്കറിയാം, ഫ്ലിപ്കാർട്ട്, ആമസോണിലൊക്കെ നമ്മൾ ഇഷ്ടംപോലെ സാധനങ്ങൾ ഷോപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ട്രഡീഷണൽ ബിസിനസ് വളരെ കൂടുതലാണ്, കാരണം അവിടെ ഒരു ഷോപ്പ് വേണം, നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം, അത് നല്ല ഭംഗിയിൽ വെക്കണം, അതിൻ്റെ റെൻറ്റ്, ഇലക്ട്രിസിറ്റി തുടങ്ങിയിട്ട് ഒരുപാട് കോസ്റ്റ് വരുന്നുണ്ട് ഈ ട്രഡീഷണൽ ബിസിനസ് ആണെങ്കിൽ. പക്ഷേ ഈ ബിസിനസ്സിലാണെങ്കിൽ ഒരു കോസ്റ്റും വരുന്നില്ല, വളരെ കുറച്ച് കോസ്റ്റേ വരുന്നുള്ളൂ. ദെൻ ഓപ്പർച്യൂണിറ്റി ഫോർ ഇൻ്റർപേഴ്സണൽ ടച്ച്. അതായത് ട്രഡീഷണൽ ബിസിനസ് ആണെങ്കിൽ ആളുകൾ തമ്മിലുള്ള ഡയറക്റ്റ് ടച്ച് ഉണ്ടായിരിക്കും, നമുക്ക് നേരിട്ട് പോയി സാധനം മേടിക്കാനുള്ള സംവിധാനമുണ്ട്, ആളുകൾ തമ്മിലുള്ള ഒരു പേഴ്സണൽ ടച്ച് ഉണ്ടായിരിക്കും, അത് കൂടുതലായിരിക്കും. പക്ഷേ ഇവിടെ ഈ ബിസിനസ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കില്ല. സെറ്റിംഗ് അപ്പ് കോസ്റ്റ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സാധനം സെറ്റപ്പ് ചെയ്യാൻ നമ്മളൊരു ഷോപ്പ് തുടങ്ങണം, ഒരു വെയർ ഹൗസൊക്കെ തുടങ്ങണം എന്നുണ്ടെങ്കിൽ ഭയങ്കര കോസ്റ്റ് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ അത്തരത്തിലുള്ളൊരു കോസ്റ്റും ഇതിൽ വരുന്നില്ല എന്നുള്ളതാണ് ഈ ബിസിനസ്സിൻ്റെ പ്രത്യേകത. ദെൻ ബിസിനസ് എക്സ്പാൻഷൻ എന്ന് പറയണമെങ്കിൽ വളരെ കൂടുതൽ ബുദ്ധിമുട്ടാണ്. എന്നുവെച്ചാൽ നമുക്കൊന്ന് വലുതാക്കണം, ബിസിനസ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പുതിയൊരു റൂം എടുക്കണം, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കണം, അത് അങ്ങനെയൊക്കെ ഭയങ്കര ഒരുപാട് എക്സ്പെൻസീവാണ്. പക്ഷേ നമുക്കൊരു പുതിയൊരു പ്രൊഡക്റ്റും കൂടി നമ്മുടെ ഓൺലൈനായിട്ട് വിൽക്കണം എന്നുണ്ടെങ്കിൽ ഒന്നും വലിയ ബുദ്ധിമുട്ടില്ല, ഒരു വെബ്സൈറ്റ് തുടങ്ങി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചെറിയ പണികളൊക്കെ തന്നെയുള്ളൂ, അതുകൊണ്ട് വളരെ സിമ്പിളാണ്. പിന്നെ ഫിസിക്കൽ എക്സാമിനേഷൻ ഓഫ് ഗുഡ്സ്, നമുക്കൊരു സാധനം നേരിട്ട് കണ്ട് ബോധ്യപ്പെടണം, നമുക്ക് നോക്കണം, അത് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒന്ന് തൊടണം, അല്ലെങ്കിൽ ഒന്ന് എങ്ങനെയുണ്ട് നേരിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ഈ ട്രഡീഷണൽ ബിസിനസ്സിലേ നടക്കുള്ളൂ. പക്ഷേ ഈ ബിസിനസ്സിൽ പോസിബിളായി. ഇപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ട്രഡീഷണൽ ബിസിനസ്സാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുക അല്ലേ. നമുക്കറിയില്ല, വന്നാൽ തന്നെ പിന്നെ റിട്ടേൺ ചെയ്യണം, അങ്ങനെ ഓരോ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ഫിസിക്കൽ എക്സാമിനേഷൻ ഓഫ് ഗുഡ്സ്, നേരിട്ട് സാധനങ്ങൾ കണ്ടു മനസ്സിലാക്കാൻ ട്രഡീഷണലാണ് നല്ലത്. ദ നേച്ചർ ഓഫ് കോൺടാക്ട് ബിറ്റ്വീൻ ബയർ ആൻഡ് സെല്ലർ. ട്രഡീഷണൽ ഡയറക്റ്റ് ആയിരിക്കും, ഈ ബിസിനസ്സിൽ ഇൻഡയറക്റ്റ് ആയിരിക്കും. ബയറും സെല്ലറും തമ്മിലുള്ള കോൺടാക്ട്, നമുക്ക് കടയിൽ പോയി മേടിക്കാൻ നേരിട്ടുള്ള ബന്ധം ഉണ്ടാവും, മറ്റാണെങ്കിൽ ഇൻഡയറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയും ഡിഫറൻസ് ആണ് ട്രഡീഷണൽ ബിസിനസ്സും ഈ ബിസിനസ്സും തമ്മിലുള്ളത്. വളരെ സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേം എന്ന് പറയുന്നത് ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് ആണ്. നമുക്ക് എങ്ങനെ ഔട്ട്സോഴ്സ് ചെയ്യുക എന്നുള്ളതാണ്. ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് ഗെറ്റിംഗ് ബിസിനസ് ടാസ്ക് അക്കംപ്ലിഷ്ഡ് ത്രൂ ആൻ ഔട്ട്സൈഡ് ഏജൻസി. അതായത് നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ മറ്റു ആൾക്കാരെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് ഔട്ട്സോഴ്സിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, പണ്ടൊക്കെ ഈ നമുക്ക് കല്യാണങ്ങളൊക്കെ വീട്ടിൽ നടക്കുന്ന സമയത്ത് നമ്മൾ സദ്യ നടത്തും അല്ലേ. സദ്യ നടത്തുക വെച്ചാൽ അവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ കൂടിയിട്ട് നമ്മൾ സദ്യ ഏൽപ്പിക്കും, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചു കൊടുക്കും, ഒരു പാചകക്കാർ വന്ന് ഭക്ഷണം ഉണ്ടാക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ഒരു പരിപാടിക്ക് നിൽക്കലില്ല. നമുക്ക് എന്തെങ്കിലും ചെറിയ ഫംഗ്ഷൻ, ഒരു 10 ആൾ കൂടുന്ന ഫംഗ്ഷനൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, അതൊരു കാറ്ററിംഗുകാരെ ഏൽപ്പിക്കും. ദാറ്റ് ഈസ് ഔട്ട്സോഴ്സിങ്. കാരണം നമ്മുടെ ഒരു മേഖലയല്ല ഈ കുക്കിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അതിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇത് ഏൽപ്പിക്കുക ചെയ്യണത് അല്ലേ. അപ്പോൾ അതിന് നമ്മൾ എന്ത് പറയുന്നത്, BPO, ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ്. അപ്പോൾ കമ്പനികൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഒരു കോർ ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ ഉണ്ടാവും ഒരു കമ്പനിക്ക്, അത് മാത്രം ഈ കമ്പനി ചെയ്യുക, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, പുറത്തുള്ള ആൾക്കാരെ ഏൽപ്പിക്കുക. ഇപ്പോൾ ഞാൻ പറയാം, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന കമ്പനിയാണെന്ന് വിചാരിക്കുക, എന്തെങ്കിലും ഒരു സാധനം മാനുഫാക്ചർ, ഒരാൾക്ക് എന്ത് ചെയ്യുക, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ അറിയാം, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സാധനം ഒരാൾക്ക് ഒരു മെഷീൻ പെർട്ടിക്കുലർ ഒരു സംഭവം ഇതാക്കിയിട്ടുള്ള ഒരു മെഷീൻ ഒരാൾക്ക് ഉണ്ടാക്കാൻ അറിയാം, അത് മാത്രമേ ആൾക്ക് അറിയുള്ളൂ. പക്ഷേ അത് വിൽക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആൾക്കറിയില്ല. അപ്പോൾ അയാൾ ആ മെഷീൻ ഉണ്ടാക്കും, എന്നിട്ട് മാർക്കറ്റ് ഇത് കൊണ്ട് നടന്ന് വിൽക്കാനൊന്നും ആൾക്കറിയില്ല. അപ്പോൾ എന്ത് ചെയ്യും, മാർക്കറ്റ് ചെയ്യാൻ ഒരാളെ ഏൽപ്പിക്കും. ഈ സാധനം വിറ്റ് തന്നാൽ ഇത്ര രൂപ നിങ്ങൾക്ക് തരാം. അപ്പോൾ 10 രൂപയുടെ ഈ സാധനം 10 രൂപ വിൽക്കുകയാണെങ്കിൽ അതിന് ഇത്ര % കമ്മീഷൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ട് അവരെ ഏൽപ്പിക്കുക. അത് ഔട്ട്സോഴ്സ് ചെയ്യാണ്. അതുപോലെ ഇതിൻ്റെ അക്കൗണ്ട്സും കാര്യങ്ങളും നോക്കാൻ നമുക്ക് വയ്യ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അക്കൗണ്ടിങ്ങിനും അതിൻ്റെ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ ചെയ്തു തരാം, അതിന് ഇത്ര % നിങ്ങൾക്ക് തരാം. അപ്പോൾ ആ രീതിയിൽ നമുക്ക് വയ്യാത്ത കാര്യങ്ങളൊക്കെ പുറമേയുള്ള കമ്പനി, അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കമ്പനികൾ ഇപ്പോൾ നിലവിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെ നമ്മളെന്ത് പറയുന്നത്, ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇൻവോൾവ്സ് കോൺട്രാക്ടിങ് ഔട്ട്. സം വർക്ക്സ് ഓഫ് ബിസിനസ് ആർ ഗിവൺ ടു ഔട്ട്സൈഡ് ഏജൻസീസ് ഓൺ എ കോൺട്രാക്ട് ബേസിസ്. ദാറ്റ് ഈസ് ഹോസ്പിറ്റൽ കോൺട്രാക്ട്സ് ഔട്ട് സാനിറ്റേഷൻ വർക്ക് ടു ആൻ ഔട്ട്സൈഡ് ഏജൻസി. അതായത് ഹോസ്പിറ്റലൊക്കെ അവിടെ വൃത്തിയാക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സാനിറ്റൈസേഷൻ വർക്കുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പുറമെയുള്ള ആളുകളെയാണ് ഏൽപ്പിക്കുക. അപ്പോൾ അങ്ങനെ ഓരോ വർക്കുകളും പുറമെയുള്ള ആളുകൾക്ക് കോൺട്രാക്റ്റ് കൊടുക്കുക. നമ്മുടെ മെയിൻ കാര്യങ്ങളല്ലാതെ മറ്റുള്ള വർക്കുകളൊക്കെ വരുമ്പോൾ അത് പുറമേക്കുള്ള ആൾക്കാർക്ക് കോൺട്രാക്റ്റ് കൊടുക്കുന്നതിന് നമ്മളെന്ത് പറയാം, BPO എന്ന് പറയാം, ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയാം.
നോൺ കോർ ബിസിനസ് ആക്ടിവിറ്റീസ് ആർ ഔട്ട്സോഴ്സ്ഡ്. അതായത് നോൺ കോർ ആക്ടിവിറ്റീസ് ഉണ്ടാവും. അതായത് ഒരു കോർ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനാണോ ഈ സ്ഥാപനം തുടങ്ങി അത് നമ്മൾ തന്നെ ചെയ്യും. പക്ഷേ അതല്ലാത്ത ഇത് പക്ഷേ എന്നാൽ അത് വളരെ ആവശ്യമായിട്ടുള്ള വർക്കുകൾ ഉണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യും? ഔട്ട്സോഴ്സ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, സ്കൂൾ കോൺട്രാക്ട്സ് ഔട്ട് ദ വർക്ക് റണ്ണിങ് ക്യാൻറ്റീൻ ഫോർ ഇറ്റ്സ് സ്റ്റുഡൻസ്. അതായത് സ്കൂളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ക്യാൻറ്റീൻ ആവശ്യമാണ്. പക്ഷേ സ്കൂളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ക്യാൻറ്റീൻ നടത്തലല്ല. അപ്പോൾ എന്ത് ചെയ്യും? സ്കൂളിൻ്റെ ഫംഗ്ഷൻ സ്കൂൾ നടത്തും, ക്യാൻറ്റീൻ എന്ത് ചെയ്യും? പുറമെയുള്ള ആളുകൾക്ക് ഔട്ട്സോഴ്സ് ചെയ്യും, പുറത്തുള്ള ആളുകൾക്ക് കൊടുക്കും. സ്കൂളിലെ മാഷന്മാരെ ഇപ്പോൾ ക്യാൻറ്റീൻ നടത്തിയ ബുദ്ധിമുട്ടാവും, അതുകൊണ്ട് അത് വേറെ ആൾക്കാർക്ക് കൊടുക്കുക. അപ്പോൾ നോൺ കോർ ആയിട്ടുള്ള ബിസിനസ്സാണ് പുറമേക്ക് കൊടുക്കുന്നത്. പ്രോസസ് മേ ബി ഔട്ട്സോഴ്സ്ഡ് ടു എ captive unit. If the task of performing some activity internally is very large, it is beneficial to for a company to have a captive service provider, that is a service provider set up for providing service to only one firm. അതായത് ചില ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു ക്യാപ്റ്റീവ് യൂണിറ്റിന് കൊടുക്കും. അതായത് ചില സ്ഥാപനങ്ങൾ നമുക്ക് മാത്രമായിട്ട് ചെയ്ത്, ഇപ്പോൾ ക്യാൻറ്റീൻ നമുക്ക് മാത്രം എല്ലാ സ്ഥലത്തും ക്യാൻറ്റീൻ നടത്തുന്ന ആൾക്കാരാവില്ല, നമുക്ക് മാത്രമായിട്ടൊരു യൂണിറ്റ് നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള യൂണിറ്റിന് നമ്മളത് ക്യാപ്റ്റീവ് യൂണിറ്റ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മാത്രം എന്ത് ചെയ്യുക? ഈ സംഭവം ഔട്ട്സോഴ്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ ഒരു മാർക്കറ്റിംഗ്, ഇപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യണം. അപ്പോൾ ആ ആൾക്കാർ വേറെ ആരുടെ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യില്ല, നമ്മുടെ പ്രോഡക്റ്റ് മാത്രം മാർക്കറ്റ് ചെയ്യാൻ ഒരു കമ്പനിയെ ഏൽപ്പിക്കുക. അവരെന്ത് ചെയ്യും? നമ്മുടെ പ്രോഡക്റ്റ് ഒരു മാർക്കറ്റ് ചെയ്ത് തരും. അതിനെ നമ്മൾ ക്യാപ്റ്റീവ് യൂണിറ്റ്, ഒരു സ്ഥാപനത്തിൻ്റെ മാത്രം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന സ്ഥാപനങ്ങളെ ക്യാപ്റ്റീവ് യൂണിറ്റ് എന്നാണ് പറയുക. അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ എന്ത് ചെയ്യാം? ഈ സാധനങ്ങൾ ഏൽപ്പിക്കാം. ഇതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏറ്റവും നന്നായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്ഷൻ ആണെങ്കിൽ ആ പ്രൊഡക്ഷനിൽ മാത്രം ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യാം. അത് മാർക്കറ്റ് ചെയ്യാൻ എനിക്കറിയില്ല, അപ്പോൾ ഞാൻ വേറൊരു ടീമിനെ അത് ഔട്ട്സോഴ്സ് ചെയ്തു. അതിൽ മാത്രം സ്പെഷ്യലൈസ് ചെയ്ത ആൾക്കാരുണ്ടാവും, അവരെ ക്യാപ്റ്റീവ് യൂണിറ്റ് എന്ന് പറയും. അങ്ങനെയുള്ള ആൾക്കാർക്ക് അത് ഏൽപ്പിച്ചു കൊടുക്കുക. ഇതിനാണ് ക്യാപ്റ്റീവ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? നീഡ് ഫോർ ഔട്ട്സോഴ്സിങ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് ഫോർ ഔട്ട്സോഴ്സിങ്. ഫോക്കസിങ് ഓഫ് അറ്റൻഷൻ. ഇറ്റ് enables the business to concentrate on areas in which it has core competency. അതായത് നമ്മളുടെ ഒരു ഏരിയയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബിസിനസ് ടു കോൺസെൻട്രേറ്റ് ഓൺ ഏരിയാസ് ഇൻ വിച്ച് ഹാസ് കോർ കോമ്പറ്റൻസ്. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, നമ്മൾ ഏതിലാണോ ഏറ്റവും നന്നായിട്ട് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യുക. അതിനിപ്പോൾ ഫോക്കസിങ് ഓൺ ഓഫ് അറ്റൻഷൻ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. Quest for excellence. Business firms can excel by contracting out their non-core activities to those who excel in performing them. ഇത് നേരത്തെ ഡിസ്കസ് ചെയ്തു. കാരണം നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ ഇത് പറ്റണം, നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും. അവരെ ഏൽപ്പിക്കുകയാണെങ്കിൽ അവർ ഏറ്റവും സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നില്ല. നമുക്ക് ഈ ഒരു കാറ്ററിംഗ് യൂണിറ്റ് നടത്താൻ അറിയാം, നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരു കാറ്ററിംഗ് യൂണിറ്റുകാരെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരതിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്, അവർക്കാകുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരില്ല. അവരെന്ത് ചെയ്യും? അവരത് വന്നിട്ട് ചെയ്തോളും. അപ്പോൾ അങ്ങനെ എക്സലൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ ഏൽപ്പിച്ചു കൊടുക്കുക. കോസ്റ്റ് റിഡക്ഷൻ. A business can reduce its operating costs by outsourcing some activities to agencies who are specialized in these activities. കുറേ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. നമ്മൾ ആണെങ്കിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഒരുപാട് പൈസ ചിലവാക്കിയിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ നടത്തേണ്ടി വരും. പക്ഷേ ഇതൊന്നിച്ച് ഒരാൾക്ക് ഒന്ന് കരാറാണ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. Growth through alliance. A firm doesn't have to make investment in activities which are outsourced, so it can grow with minimum investment. നമുക്ക് ഈ പരിപാടികൾ മൊത്തം നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ആവശ്യം വരും അല്ലേ? ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ എല്ലാ വർക്കുകളും നമ്മൾ തന്നെ ചെയ്യുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യം വരും. എന്നാൽ അത് ഓരോരുത്തരെ ഏൽപ്പിച്ചിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള പൈസ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അതിനായിട്ട് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. Flip to economic development. Outsourcing stimulates entrepreneurship, employment and export. This leads to economic development. അപ്പോൾ ഒരുപാട് തൊഴിൽ സാധ്യതകളുണ്ട് ഈ ഒരു സംഭവത്തിന്. ഒരുപാട് സ്ഥാപനങ്ങൾ ഇതിൻ്റെ ഒപ്പം വളരണില്ലേ? അതുകൊണ്ട് തന്നെ ഇതൊരു എക്കണോമിക് ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്നുണ്ട്. അപ്പോൾ എക്സ്പോർട്ട് തുടങ്ങിയിട്ടുള്ള എക്കണോമിക് ഡെവലപ്മെൻറ്റിന് ഇത് ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഔട്ട്സോഴ്സിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. സോ ദിസ് ദ ചാപ്റ്റർ എമേർജിങ് മോഡ്സ് ഓഫ് ബിസിനസ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളാണ് എമർജിങ് എന്ന് പറയുന്നത്. അതിൽ ബിസിനസ്സാണ് ഇലക്ട്രോണിക് മീഡിയയിലൂടെ ബിസിനസ് നടത്തുക. അതിൽ നമ്മൾ പറഞ്ഞു B2B കൊമേഴ്സ്, B2C, ഇൻട്രാ ബി, C2C എന്തൊക്കെയാണ് ട്രഡീഷണലും അതുപോലെ തന്നെ ബിസിനസ്സും തമ്മിലുള്ള ഡിഫറൻസ്, അതുപോലെ തന്നെ ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ നീഡ്സ് എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത്.